അപ്പോൾ ഇന്ന് നമുക്കൊന്ന് മലേഷ്യ വരെ പോയിട്ട് വന്നാലോ. ഇതൊരു 3 days 4 night അങ്ങനെയല്ല, 4 night 3 days ഇങ്ങനെയല്ലേ? അയ്യോ അല്ല, പിന്നെ മാറി. ഇതെനിക്ക് എപ്പോഴും കൺഫ്യൂഷനാട്ടോ. ആരെങ്കിലും ചോദിക്കുമ്പോൾ 3 days 4 nights അല്ല 3 nights 4 days അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും മലേഷ്യയിലെത്തി. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്നായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ലൈക്ക് ഒരു 4 hours ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കോലാലംപൂരിലേക്കാണ് പോകുന്നത്. മലേഷ്യയിൽ എനിക്ക് തോന്നുന്നത് മെയിനായിട്ടുള്ളത് കോലാലംപൂരാണ്. അപ്പോൾ അവിടെ പോകുന്ന വഴിയാണിത്. അപ്പോൾ ആക്ച്വലി ലൈക്ക് ഇവരുടെ സിറ്റി ഭയങ്കര ക്ലീൻ ആയിട്ടോ. എനിക്ക് സിറ്റി നല്ല ഇഷ്ടമായി. പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല. അവിടെ എത്തി കാല് കുത്തിയപ്പോഴേക്കും മഴയോട് മഴ. എൻ്റെ മോനെ എന്തൊരു മഴ. ഫസ്റ്റ് മേടിച്ചതാണ് കൊട. അങ്ങനെ നമ്മൾ അവിടുത്തെ നേരെ പോയത് നമ്മുടെ സ്റ്റേയിലേക്ക്. പ്ലാറ്റിനം കിമിറോ എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. നല്ല ഹോട്ടലായിരുന്നു. മുന്നേ തന്നെ നമ്മുടെ ട്വിൻ ടവറും കേൾ ടവറും ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ നമ്മൾ നേരെ പോയത് ബുക്കിറ്റ് ബിന്താങ്. ഇതാണ് ചൈനീസ് സ്ട്രീറ്റ്. ഇവിടെ നിങ്ങൾക്ക് കിട്ടാത്ത ഫുഡില്ല, പക്ഷേ ഉപ്പുമില്ല, എരിവില്ല, ഒന്നുമില്ല. കുറേ സോയാ സോസും അതും ഇതൊക്കെ തരും. എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു, ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആ സ്ട്രീറ്റിലേക്ക് കൂടി കുറേ നടന്നു. അപ്പോൾ ഞാൻ ആദ്യം ട്രൈ ചെയ്തതാണ് തങ്കുലു. അതെ, നമ്മുടെ തങ്കുലു പഴം. അങ്ങനെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമായി. ബട്ട് ഇത് ഭയങ്കര ഷുഗർ കോട്ടിംഗ് ആണ്. അപ്പോൾ എനിക്ക് രണ്ടാമത് ഒരു തങ്കുലി കഴിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഒരു തങ്കുലും കൂടി കഴിച്ചു. അങ്ങനെ നേരെ സ്ട്രീറ്റിൽ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടാത്ത ഐറ്റംസ് ഇല്ല. ഉള്ള സാധനങ്ങളൊക്കെ കിട്ടും. ക്രേ ഫിഷ്, ഒക്ടോപ്പസ്, അങ്ങനെ സ്നേക്ക് വരെ കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ രീതിയിലുള്ള നാട്ടിലുള്ള ഫിഷ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് മെയിൻലി ഇവിടെ ബീഫായിരുന്നു കേട്ടോ. ലാം ചോപ്സ്, ബീഫ് ചോപ്സ് ഒക്കെ പറഞ്ഞിട്ട് ബീഫൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആക്ച്വലി. പിന്നെ ക്രേ ഫിഷ് ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ കൂറേനെ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും പിന്നെ എന്താ പറയുക, കഴിച്ച് നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ റിസ്ക് എടുത്തി. ഇവിടെ മെയിൻ നിങ്ങൾ ക്യാഷ് വേണം കേട്ടോ. ഇവിടെ റിങ്കറ്റ്സ് ആണ്. അപ്പോൾ 1 ringgit = 22 INR ആണ്. അപ്പോൾ കൺവേർട്ട് ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാർട്ടൊന്നും എടുക്കില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ഫുഡും ക്യാഷ് എന്തായാലും വേണം. ഇവരുടെ മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് ദൂരിയൻ. എൻ്റെ ഇത് കഴിച്ച് ഇതാണെങ്കിൽ 18 ringgits ഒക്കെ കൊടുത്ത് ഫസ്റ്റ് ട്രൈ ചെയ്യണമല്ലോ. ഇവരുടെ ബെസ്റ്റ് ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് ട്രൈ ചെയ്തത്. മണത്തപ്പോൾ തന്നെ എനിക്ക് പാളിയോ എന്നൊക്കെ തോന്നി. പക്ഷേ കഴിച്ചപ്പോഴാണ് അതിലും പാളിയത്. പിന്നെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ട് കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ഞാൻ എന്തായാലും ഇതൊരു ആക്ച്വലി ഒരു മുട്ടപ്പഴത്തിൻ്റെയും പഴയ ചക്കയുടെയും ഒരു അമിഞ്ഞ ഗാർലിക്കിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. എന്നാലും കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഈ കൊക്കോമെലൺ ഈ ഒരു ജ്യൂസിൻ്റെ ഒക്കെയാണ്. അതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ നമ്മൾ ഒക്ടോപ്പസ് ട്രൈ ചെയ്തു. ഒക്ടോപ്പസ് സത്യം പറയട്ടെ നമ്മുടെ ഒരു കൂന്തലിൽ ഭയങ്കര റബ്ബറി ആയിരുന്നു. അങ്ങനെ ടേസ്റ്റ് ഒന്നും പറയാനില്ല. അങ്ങനെ അതും കഴിച്ച് നമ്മൾ നേരെ പോയത് പിന്നെ സ്റ്റിക്കി റൈസ് കഴിക്കാൻ. ഇതൊക്കെ ഇവിടുത്തെ ഫേമസ് ഐറ്റമാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഫേമസ് ഐറ്റമേ ഒരു ടേസ്റ്റ് ഇല്ല, പിന്നല്ലേ അത്. എന്നിട്ട് ഞാൻ സ്റ്റിക്കി റൈസാണ് പിന്നെ